ഈ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞത് സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ containing the right angle are 5x centimeter and 3x minus 1 centimeter. If the area is 60 square centimeter, calculate the length of sides of triangle. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അവിടുത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വേണ്ടത് എന്താ, ഇത് 5x ഇത് 3x minus 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണ് എല്ലാ സൈഡും കണ്ടുപിടിക്കണം. നമുക്കറിയാം പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്താ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ചിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 3x minus 1 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 5x ആണല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു 3x minus 1 ഇൻറ്റു 5x എന്ന് ഇങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു നമുക്ക് ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാ, അത് കൊടുക്കാം, അത് അവസാനം കൊടുക്കാം, കുഴപ്പമില്ല. 60 ഒരു ഏരിയ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ 60 ഈസിക്കൽ ഹാഫ് ഇൻറ്റു ഇവിടെ നമുക്ക് എന്ന് എഴുതാം 3 ഇൻറ്റു 5 15 ആണ്. അപ്പോൾ 15x സ്ക്വയർ മൈനസ് 5x എന്ന് എഴുതാം. ആണോ? ഈ 2നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 120 ഈസിക്കൽ ടു 15x സ്ക്വയർ മൈനസ് 5x ആണോ? ആണ്. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 120നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 0 ഈസിക്കൽ ടു 15x സ്ക്വയർ മൈനസ് 5x മൈനസ് 120 എന്ന് വരും. അതിനർത്ഥം എന്തുവാ, 15x സ്ക്വയർ മൈനസ് 5x മൈനസ് 120 ഈസിക്കൽ എന്താ, 0. അവിടെ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം, 5 കോമൺ എടുക്കാം. 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാ, 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എത്രയാ, 24. ഓക്കെ, ഈസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ 5 പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 24 ഈസിക്കൽ ടു 0. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a ഇൻറ്റു സി ആണ്. 3 ഇൻറ്റു മൈനസ് 24 ആണ്, മൈനസ് 72 ആണ്. സം എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. ആണോ? ആണ്. അങ്ങനെയാണ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, ഡാഷ് ഇൻറ്റു ഡാഷ് ഈസിക്കൽ ടു -72, ഡാഷ് പ്ലസ് ഡാഷ് ഈസിക്കൽ എത്രയാ, -1. എങ്ങനെ കിട്ടും, -9ഉം 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്പേഴ്സ് എന്തൊക്കെ കൊടുക്കാം, 3x സ്ക്വയർ മൈനസ് 9x പ്ലസ് 8x മൈനസ് എത്ര വരും, 8x മൈനസ് 24 ഈസിക്കൽ ടു എന്താ, 0. ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം, 3x കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 3 പ്ലസ് ഇവിടെ 8 കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 3 ഈസിക്കൽ ടു 0. വീണ്ടും എന്ത് ചെയ്യാം, x മൈനസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും, 3x പ്ലസ് 8 എന്ന് വരും ഈസിക്കൽ ടു 0. അവിടുന്ന് x മൈനസ് 3 ഈസിക്കൽ ടു 0 ആണെങ്കിൽ x ഈസിക്കൽ ടു 3. ഇവിടെ 3x പ്ലസ് 8 ഈസിക്കൽ ടു 0, 3x ഈസിക്കൽ ടു -8, x ഈസിക്കൽ ടു -8/3. അപ്പോൾ ഇവിടെ x 3 ആണ്. അപ്പം ഒരിക്കലും എക്സിന് ലെങ്തിന് നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അപ്പോൾ അവിടുത്തെ ലെങ്ത് ഏതൊക്കെയായിരിക്കും, അതായത് ഓൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ, ആൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 5x ആണ്. അപ്പോൾ എത്ര വരും, 5x എന്ന് പറയുമ്പോൾ എത്ര വരും, 5 ഇൻറ്റു 3 എത്ര, 15. ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ, ബേസ് ആയിട്ട് 3x മൈനസ് 1 ആണ്. അപ്പോൾ എത്ര, 3 ഇൻറ്റു 3 മൈനസ് 1 എത്രയാ, 9 മൈനസ് 1 എത്രയാ, 8. ഇനിയും ഒരു സൈഡ് കൂടി ഇല്ലേ, ഏതാ, ഒരു സൈഡ് നമുക്ക് 15 കിട്ടി, ഈ സൈഡ് 8 കിട്ടി. ഒരു സൈഡ് കൂടെ ഉണ്ടല്ലോ, ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അതിനെ പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസിക്കൽ എത്രയാ, ബേസ് സ്ക്വയർ പ്ലസ് എത്രയാ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ എത്രയാ ഇവിടെ, 8 സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാ ഇവിടെ, 15ന്റെ സ്ക്വയർ ഇല്ലയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 64 പ്ലസ് 225 എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും, 289 വരും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 289. ഹൈപ്പോട്ടന്യൂസ് എത്ര വരും, √289 വരും, 70. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അതായത് ഇവിടുത്തെ 3 സൈഡും കിട്ടി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.